ആക്രമണം കടുപ്പിച്ച് ബലൂച്ച് പോരാളികളെന്നാണ് അറിയാൻ കഴിയുന്നത്. പാക് സൈനിക വ്യൂഹത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 6 സൈനിക വാഹനങ്ങൾ തകർത്തു. ഇതിനിടെ പാകിസ്ഥാനെതിരെ തെഹരീക്കെ താലിബാനും രംഗത്തെത്തി. 20 പാക് സൈനികരെ വധിച്ചതായാണ് അവകാശവാദം. ഗൗതമിലേക്ക്. ഗൗതം, ഒരു ഭാഗത്ത് അതിർത്തി കേന്ദ്രീകരിച്ച് പാക് സൈന്യത്തിന്റെ ഭാരതത്തിനെതിരായ നീക്കങ്ങൾ നടക്കുമ്പോൾ പാകിസ്ഥാൻ അകത്തുള്ള ആഭ്യന്തര കലാപവും അതിരൂക്ഷമായിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബലൂച്ച് പോരാളികൾ ആക്രമണം കടുപ്പിച്ചു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് പാകിസ്ഥാനെതിരെ തെഹരീക്കെ താലിബാനും രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളത്. ലഭ്യമാകുന്ന വിവരങ്ങൾ. സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണ്. തെഹരീക്കെ താലിബാൻ ഈ ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിലെ ചില മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെ കഴിഞ്ഞ കുറേ നാളുകളായി യുദ്ധം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിൽ 2021 ഓഗസ്റ്റ് മാസം 14-ാം തീയതിയാണ് താലിബാൻ ഭരണം വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന US-ന്റെ ആശീർവാദത്തോടെ പ്രവർത്തിച്ചിരുന്ന കർസായിയുടെ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് താലിബാൻ അവിടെ ഭരണം പിടിച്ചു. അതോടുകൂടിയാണ് തെഹരീക്കെ താലിബാൻ പാകിസ്ഥാനിൽ കൂടുതൽ കരുത്താർജിക്കാൻ തുടങ്ങിയത്. കാരണം തൊട്ട അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ കാണുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു തീവ്ര ശരീഅത്ത് നിയമം അടിസ്ഥാനമാക്കിയുള്ള മതരാഷ്ട്രം പാകിസ്ഥാനിലും സ്ഥാപിക്കുക എന്നതാണ് തെഹരീക്കെ താലിബാന്റെ പ്രധാനപ്പെട്ട നീക്കം. എന്തായാലും തെഹരീക്കെ താലിബാൻ ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിന് നേരെ ഈ അവസരത്തിൽ, അതായത് അതിർത്തിയിൽ ഭാരതവും അതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായുള്ളൊരു യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൃത്യമായി ആ അവസരത്തെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനകത്തുള്ള വിഘടനവാദ ശക്തികൾ കൂടുതൽ ശക്തമാവുകയാണ്. തെഹരീക്കെ താലിബാൻ ഇപ്പോൾ പാകിസ്ഥാന്റെ 20 സൈനികരെ കൊലപ്പെടുത്തി എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിലാണ് തെഹരീക്കെ താലിബാൻ പാക് പട്ടാളത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഭീകരാക്രമണം നടത്തിയത് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം ബലൂചിസ്ഥാനിൽ വിമോചന പോരാട്ടവും കൂടുതൽ ശക്തമാവുകയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെയുള്ള ആക്രമണം ഇന്നും ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ തുടരുകയാണ്. ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ 6 വാഹനം BLA നടത്തിയ ആക്രമണത്തിൽ തകർന്നിരിക്കുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തിയ കുഴിബോംബ് സ്ഫോടനത്തിലാണ് ഈ 6 സൈനിക വാഹനങ്ങൾ തകർന്നിരിക്കുന്നത്. ഇതിൽ ആളപായം നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ പാക് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിലുള്ള 2 കുഴിബോംബ് സ്ഫോടനത്തിൽ പാകിസ്ഥാന്റെ 14 പട്ടാളക്കാർ ബലൂചിസ്ഥാനിൽ കൊല്ലപ്പെട്ടിരുന്നു. മാത്രമല്ല ഇന്നലെ രാത്രിയോടുകൂടി ബലൂജിന്റെ തലസ്ഥാന നഗരിയുടെ ഒരു ഭാഗത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി തന്നെ ബലൂച്ച് ലിബറേഷൻ ആർമി പിടിച്ചെടുത്തിരുന്നു. അങ്ങനെ 2 വശത്തിപ്പോൾ പാകിസ്ഥാന് ആഭ്യന്തര ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്നു. ഒന്ന്, ബലൂചിസ്ഥാന്റെ വിമോചനത്തിനായുള്ള പോരാട്ടത്തിന് വർഷങ്ങളുടെ പഴക്കം, അതിന്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. പാകിസ്ഥാൻ അധിനിവേശം നടത്തിയിരിക്കുന്ന പ്രദേശമാണ് ബലൂചിസ്ഥാൻ. അതിനാൽ ആ പ്രദേശത്തിന് പാകിസ്ഥാനിൽ നിന്നും മോചനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പോരാട്ടം ഒരു ഭാഗത്ത് ശക്തമാകുന്നു. മറുഭാഗത്ത് ഭീകരശക്തികൾ, ഇസ്ലാമിക ഭീകരശക്തികൾ തന്നെ ഇപ്പോൾ പാകിസ്ഥാനെതിരെ തിരിയുകയാണ്. ഒരു കാലത്ത് താലിബാനെയും പാക് താലിബാനെയും പോറ്റി വളർത്തിയത് പാകിസ്ഥാനാണ്. അതേ ഭീകരശക്തികൾ തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തെ വധിച്ചിരിക്കുന്നു. അതായത് ആക്രമണം തെഹരീക്കെ താലിബാൻ ഇത് ആദ്യമായിട്ടല്ല. നമുക്കറിയാം, മുൻപും പല ഘട്ടങ്ങളിൽ തെഹരീക്കെ താലിബാൻ പാക് സൈന്യത്തിന് നേരെ വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട്. പെഷവാറിൽ പട്ടാള സ്കൂളിനകത്ത് വലിയ സ്ഫോടനം നടത്തി ഏതാണ്ട് 200ഓളം കുട്ടികളെയും അധ്യാപകരെയും കൊലപ്പെടുത്തിയതൊക്കെ ഈ തെഹരീക്കെ താലിബാനാണ്. വളരെ അപകടകരമായ സ്വഭാവമുള്ള ഭീകര സംഘടനയാണ്. ഇവരിപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിന് നേരെ പരസ്യ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ഇതിന്റെ മുന്നൊരുക്കം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ 20 പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. രോഹിണി.